സിനിമയിലേക്ക് മാത്രം ഒതുക്കി സിനിമയിൽ എന്തോ പ്രശ്നങ്ങൾ സംഭവിക്കുന്നു എന്നുള്ളത് മാത്രമല്ല ഇവിടുത്തെ ഒരു പ്രശ്നം. ഇത് എല്ലായിടത്തും ഇതെങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, ഇത് ആകത്തുകയിൽ ഇതിന്റെ വരവ് എങ്ങനെയാണ്, ഇത് എങ്ങനെയാണ് സ്റ്റോപ്പ് ചെയ്യേണ്ടത്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതിൽ നിന്ന് ഗുണം ഉണ്ടാകുന്ന ആൾക്കാരുണ്ടോ? ഇതൊരു വേറൊരു വേൾഡ് തന്നെയാണല്ലോ, ഇതിലൊരു വേറൊരു ബിസിനസ് തന്നെ ഉണ്ടല്ലോ. അതൊക്കെ എന്തൊക്കെയാണ്, ആരൊക്കെയാണെന്നൊക്കെ ഉള്ളതൊക്കെ ഇതിന്റെ അകത്ത് ഒരുപാട് വളരെ സീരിയസ് ആയിട്ട് ഇടപെട്ട് കാര്യങ്ങൾ തീരുമാനിക്കേണ്ട ഒരു ഏരിയ ആണല്ലോ. അപ്പൊ അതൊരു ക്ലിക്ക് ബൈറ്റ്, ഒരു സെല് ചെയ്യപ്പെടേണ്ട ഒരു സാധനം മാത്രമായിട്ട് ഇതിനെ കാണാന്നുള്ളതിന്റെ അപ്പുറത്ത് ഇതിന്റെ അകത്തൊരു റിസൾട്ട് ഓറിയന്റഡ് ആയിട്ടുള്ള നടക്കുന്നില്ല. എല്ലാരും വെറുതെ ഇതൊരു ചർച്ചയാക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ അടുത്തൊരു ടോപ്പിക് വരെ ഇതിപ്പോ ആ 3 മാസം കഴിഞ്ഞപ്പോ അടുത്ത വിഷയം വരുമ്പോ ഇതിന്റെ പുറകെ ആരും പോവില്ല, എല്ലാരും വിടും. ആ ഒരു 2 മാസം ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു, വയലൻസ് ആയിരുന്നു. അതെ, ഓരോ സമയത്ത് ഓരോ ഹൈപ്പ്. സിനിമയിലുള്ള എല്ലാവരും ഇങ്ങനെയാണ്, ആളുകൾക്ക് അതൊരു ഭയങ്കര റോങ് സെൻസിലാണ് അത് ടാഗ് ചെയ്യപ്പെടുന്നത്. അപ്പൊ അതൊരു എന്തോ ഒരു അണ്ടർവേൾഡ്, എല്ലാവരും ഇങ്ങനെ മറ്റേ പുകയുള്ള റൂമുകളിൽ ഇരുന്ന് ജോലി ചെയ്യുന്ന കുറെ ആൾക്കാർ എന്നൊക്കെ പറയുന്ന ഒരു ഇമേജ് ആണ് ആൾക്കാരിൽ ഉണ്ടാക്കുന്നത്. അതൊന്നും അല്ലാതെ ഒരു വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു സ്പേസ് കൂടിയാണ് സിനിമ, ഡെഫിനറ്റ് ആയിട്ടും. എല്ലാ തരത്തിലും ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അത് തീർച്ചയായിട്ടും ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അതിനൊരു USP, ഒരു വിസിബിലിറ്റി ഉള്ളതുകൊണ്ട്.